മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കൂടി ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുത്തു. അപ്പോൾ നോക്കി, ഞാൻ ചെറിയൊരു കാര്യം ജസ്റ്റ് ഓർമ്മപ്പെടുത്തും. നമ്മൾ 10ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഡ്യൂഫസ്റ്റ് ഓഫറോട് കൂടി നിങ്ങൾക്ക് 10% ജോയിൻ ചെയ്യാം. പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ കേട്ടോ. പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയാൻ 3 പ്ലാനുകളാണ്. ഒന്ന് ബേസ് പ്ലാൻ, മറ്റൊന്ന് ഇൻഫിനിറ്റി പ്രോ ബാച്ച് ആണ്. അപ്പോൾ ബേസ് പ്ലാനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ ക്ലാസ്സുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ള കൂടുതൽ ഫീച്ചേഴ്സ് വരുന്ന മറ്റ് ബാച്ചുകളിലാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ബാച്ചുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. നമുക്ക് നമ്മളെ ഒരു ചാപ്റ്റർ, ടോട്ടൽ 8 ചാപ്റ്റർ, ആ 8 ചാപ്റ്ററിന്റെ ബേസ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാണ്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു ചിത്രം, ഈ 2 ചിത്രത്തിന് ബേസ് ചെയ്തിട്ട് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ചോദ്യ സെറ്റാണ്. ആദ്യത്തെ ചോദ്യം, ഈ AB എന്ന ഉപകരണങ്ങളുടെ പേര് എഴുതുക. റൈറ്റ് ദ നെയിം ഓഫ് ഡിവൈസ് ആൻഡ് AB. നമുക്കറിയാം, ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ അതൊരു ഹൈഡ്രോമീറ്റർ എന്ന്, രണ്ടാമത്തെ ലാക്ടോമീറ്റർ അല്ലേ? ഇതറിയാലോ അല്ലേ? ഇത് ഹൈഡ്രോമീറ്റർ ആണ്. ഇതിനെ നമ്മൾ എന്താ പറയുക? ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോമീറ്ററും ലാക്ടോമീറ്ററും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസറായി, സെറ്റാണ് അല്ലേ? ഇനി ഓരോ ഉപകരണത്തിന് ഏതെങ്കിലും ഒരു ഉപയോഗം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇത് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷൻ വേണ്ടത് ഹൈഡ്രോമീറ്റർ ആണ്. നേരെ മറിച്ച് പ്യൂരിറ്റി ഓഫ് മിൽക്ക് അല്ലെ, മിൽക്കിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് ഓർത്തു വയ്ക്കുക. എന്താണ് ഹൈഡ്രോമീറ്റർ? റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ലാക്ടോമീറ്റർ എന്നാണ് പ്യൂരിറ്റി ഓഫ് മിൽക്ക്, പാലിന്റെ പരിശുദ്ധി അളക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത C ക്വസ്റ്റ്യൻ എന്നുള്ളത്, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്? അത് പൊങ്ങിക്കിടക്കുകയാണ് അല്ലെ? വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ എന്ത് ചെയ്തു? പൊങ്ങിക്കിടക്കുന്നു. അപ്പൊ അതിനെ നമ്മൾ ഫ്ലൊട്ടേഷൻ, പ്ലവന തത്വം എന്നാണ് പറയാം. പാലിലായാലും വെള്ളത്തിലായാലും അതിങ്ങനെ പൊങ്ങിക്കിടക്കൂലേ, അതിനെ നമ്മൾ ഫ്ലൊട്ടേഷൻ എന്നാണ് പറയുക, പ്ലവന തത്വം എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ചോദ്യം, ഈ ഉപകരണത്തിന്റെ പ്രവർത്തന തത്വം എന്തെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ് എന്ന് ഓർത്ത് വെച്ചാൽ ഫ്ലൊട്ടേഷൻ എന്ന് ഓർത്ത് വയ്ക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ദ ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ എന്നാണ് ഉപ്പുവെള്ളം, 1025 kg/m³ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ. ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവിടെ ഇക്വേഷൻ RD എന്ന് എഴുതിയപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അതായത് വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത. ഇവിടെ വസ്തുവിന്റെ സാന്ദ്രത പറഞ്ഞാല് 1025 സലൈൻ വാട്ടർ ഉപ്പുവെള്ളം ബൈ വെള്ളത്തിന്റെ സാന്ദ്രത പറഞ്ഞാൽ 1000 എന്ന് പറയും. അപ്പൊ 1025/1000 എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു 3 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ 1.025 എന്ന് എഴുതി വെക്കാം അല്ലെ? നേരെ 3 സ്ഥാനം മാറ്റി കുത്തിട്ടാൻ. അപ്പൊ ഇതേപോലത്തെ ഒരു പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കണം എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ഡൗൺ ദ യൂണിറ്റ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ് ഇല്ല എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ആദ്യത്തെ ചോദ്യം സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ആർക്കും ഒരു കുഴപ്പം, ബുദ്ധിമുട്ടും, മനപ്രയാസമില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം, കഴിഞ്ഞ വർഷം നമ്മളെ പബ്ലിക് എക്സാമിന്, ആനുവൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അപവർത്തനവും പൂർണ്ണാന്തര പ്രതിപതനവും റിഫ്രാക്ഷനും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. കുറെ പോയിന്റ് തന്നിട്ടുണ്ട്. സ്റ്റാർ അപ്പിയറിംഗ് ട്വിങ്ക്ലിംഗ് അല്ലേ, അതായത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് ഏതായിരിക്കും? അത് അപവർത്തനമാണ്. ഏതായിരിക്കണം? അത് റിഫ്രാക്ഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ പോയിന്റ്, വേനൽക്കാലത്ത് റോഡിൽ വെള്ളം ഉള്ളതുമായി തോന്നുന്നു അല്ലെ? ദൂരത്ത് വെള്ളം ഉള്ളതുപോലെയൊക്കെ തോന്നാൻ കാരണം അതിനെ നമ്മൾ എന്താ പറയുക? അതിനെ നമ്മൾ പൂർണ്ണാന്തര പ്രതിപതനം എന്നാണ് പറയുക. പൂർണ്ണാന്തര പ്രതിപതനം അല്ലെ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ രണ്ടാമത്, ഡ്യൂറിങ് സമ്മർ സീസൺ എന്താണ്? സീംസ് ടു വാട്ടർ ലോഗിങ് എന്താണ്? റോഡ് വെൻ വ്യൂഡ് ഫ്രം ദി ഡിസ്റ്റൻസ്. ദൂരത്ത് നോക്കുമ്പോൾ നമുക്ക് വെള്ളം ഉള്ളത് പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നു. പെരിയോനെ ആ പടത്തിലൊക്കെ കണ്ടല്ലോ, ദൂരത്ത് വെള്ളം പോലെ തോന്നണല്ലേ? അപ്പൊ അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുമ്പ് സൂര്യനെ കാണാം. അപ്പോൾ സൂര്യൻ സൺസെറ്റും സൺറൈസും സമയത്ത്, സൂര്യൻ അസ്തമിച്ചാലും സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അതൊക്കെ എന്താണ്? അപവർത്തനവുമായി ബന്ധപ്പെട്ടാണ്, റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഇനി അടുത്തത്, ബോട്ടം ഓഫ് എ പോണ്ട് അപ്പിയർ എലിവേറ്റ് വ്യൂ ഫ്രം ദ ഡിസ്റ്റൻസ്. ദൂരത്ത് നോക്കുമ്പോൾ അടിഭാഗത്തുള്ളതൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ജലാശയത്തിന്റെ അടിത്തട്ടൊക്കെ അകലെ നോക്കുമ്പോൾ അല്പം ഉയർന്നതായി തോന്നും. അതും നമ്മൾ എന്താണ്? അപവർത്തനവുമായി ബന്ധപ്പെട്ടാണ്, റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ 2 റിഫ്രാക്ഷനും 3 റിഫ്രാക്ഷനും ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ടേബിളൊക്കെ കാണുമ്പോഴേ 4 പോയിന്റ് ഉണ്ട്, അപ്പൊ 2 ഇവിടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യാൻ പറ്റണം.
കുഴപ്പമില്ലല്ലോ, സെറ്റല്ലടാ. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം വീണ്ടും അക്വേറിയവുമായി ബന്ധപ്പെട്ട്, കാരണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 ചോദ്യം ഉൾപ്പെടുത്താൻ കാരണം. ഒരു അക്വേറിയത്തിന്റെ അടിത്തട്ടിന് മുകളിലായി കാണുന്നുണ്ട് വെള്ളത്തിന്റെ അടിയിൽ ഭാഗം. അക്വേറിയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ താഴെയുള്ളതൊക്കെ മുകളിൽ ഇങ്ങനെ കാണുന്ന പോലെ തോന്നും. അതെന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പൂർണ്ണാന്തര പ്രതിഫലനമാണ്, ഓർത്തു വയ്ക്കുക. ഇനി ശാസ്ത്രരംഗത്ത് ഈ പ്രതിഭാസം പ്രയോജനപ്പെടുന്ന 2 അവസരങ്ങൾ എഴുതാനാണ്. അപ്പോൾ ഇത് വിശദീകരിക്കുക. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. വെൻ എ റേ ഓഫ് ലൈറ്റ് ഫാളിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ ദ റിഫ്ലക്ട് റേ ബാക്ക് ടു സെയിം മീഡിയം, ഇത് റിഫ്ലക്ട് ചെയ്ത് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ആ ഫിനോമിന പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? പ്രതിപദിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിപദനം. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കുക. കൂട്ടത്തിൽ അതിന്റെ കണ്ടീഷൻ കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതായത് പൂർണ്ണാന്തര പ്രതിഫലനം നടക്കാനുള്ള 2 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കായിരിക്കണം പ്രകാശം സഞ്ചരിക്കേണ്ടത്. ദ ലൈറ്റ് റേ ഷുഡ് പാസസ് ഫ്രം ഡെൻസർ മീഡിയം ടു റയർ മീഡിയം. അടുത്തെന്താണ്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം ജസ്റ്റ് കൊടുത്തേക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഞാനിതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് ഫൈബർ, ഡയമണ്ട്, എൻഡോസ്കോപ്പ്, അതേപോലെ തന്നെ റിഫ്ലക്ടർ, ടെയിൽ ലാമ്പ്, വാഹനങ്ങളുടെയൊക്കെ ടെയിൽ ലാമ്പില്ലേ, പെരിസ്കോപ്പ്, ഇതിനകത്തൊക്കെ എന്താണ് നമ്മൾ ഈ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. കൂട്ടത്തിൽ ക്രിട്ടിക്കൽ ആംഗിൾ കൂടി ജസ്റ്റ് നിങ്ങൾ നോർത്ത് വയ്ക്കാൻ നന്നായിരിക്കും. ഓക്കെ, ഇത് വളരെ. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അടുത്ത നമുക്ക് കുറേ പോയിന്റുകൾ തരും. എന്നിട്ട് ഇങ്ങോട്ട് നിശ്ചല ജഡത്വം, ചലന ജഡത്വം, അല്ലേ, ഇനേർഷ്യ ഓഫ് റെസ്റ്റും അതേപോലെ തന്നെ ഇനേർഷ്യ ഓഫ് മോഷനും നമ്മളോട് തരംതിരിക്കാൻ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അപ്പൊ ഇങ്ങനത്തെ ഒന്നും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സാമ്പിൾ കാണാതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, അതിലുള്ളതിനെ ജസ്റ്റ് മനസ്സിലാക്കണം. അല്ലേ, മാവിൻ കൊമ്പ് കുലിക്കപ്പോൾ അതെന്ത് ചെയ്യുന്നു? മാങ്ങ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു. അല്ലെ, മാങ്ങ ഇങ്ങനെ റെസ്റ്റ് ആയിട്ട് നിൽക്കുക. പെട്ടെന്ന് കൊമ്പട് കുലുക്കുമ്പോൾ മാങ്ങ എന്ത് ചെയ്യും? അവിടെ റെസ്റ്റ് ആയി ഞെട്ടിങ്ങോട്ട് വളഞ്ഞാട് പൊട്ടി താഴത്തേക്ക് വീഴും. അപ്പൊ ഇങ്ങനെ കുറെ ബസ്സിൽ ഓടുന്ന ഒരാള് അങ്ങനെ കുറെ പോയിന്റുകളുണ്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാൻ ഇത് പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത നമുക്കൊരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? 20 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ പ്രവേഗം, വെലോസിറ്റി 8 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നു? 2 മീറ്റർ പെർ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡായി മാറുന്നു. വസ്തുവിനുണ്ടാകുന്ന മൊമെന്റ് വ്യത്യാസത്തിന്റെ നിരക്ക്, വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് കണ്ടെത്തുക. ഈ ബലം വസ്തുവിൽ ഉളവാക്കുന്ന ത്വരണം, ആക്സിലറേഷൻ കണ്ടെത്തണം. അപ്പൊ നമ്മളെ ചോദ്യം ഇവിടെ തന്നിട്ട് ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ അത് സെലക്ട് ചെയ്തത്. മക്കൾ ഓർത്തത് വെലോസിറ്റി ഓഫ് ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതിയേക്കട്ടെ. മാസ് എന്ന് പറഞ്ഞാൽ 20 കിലോഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ടൈമും നമുക്ക് തന്നിട്ടുണ്ട് 8 സെക്കൻഡ്. വേറെന്താ തന്നിട്ടുള്ളത്? ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? 20 ഫ്രം 2 മീറ്റർ പെർ സെക്കൻഡ് ടു 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയും അവസാനത്തെ ഫൈനൽ വെലോസിറ്റിയും, ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും. അപ്പൊ അതിവിടെ എഴുതി വെക്കണം. ഇതാ നോക്കിക്കോളൂ. യു എന്ന് പറഞ്ഞാല് എത്ര കിട്ടിയിട്ടുള്ളത്? 2 മീറ്റർ പെർ സെക്കൻഡ്. വി എന്ന് പറഞ്ഞാല് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയും കാര്യം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ? വസ്തു ഉണ്ടാകുന്ന മൊമെന്റ് വ്യത്യാസം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എം വി മൈനസ് എം യു ബൈ ടി. ഇതാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ എം വി മൈനസ് യു ബൈ ടി, ഇങ്ങനെയാണ് ഏറ്റവും ഈസി. മാസ് എന്ന് പറഞ്ഞാൽ 20 കിലോഗ്രാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മൈനസ് യു എന്ന് പറഞ്ഞാൽ 2 ബൈ ടൈം എത്രയാണ്? 8. അങ്ങനെയെങ്കിൽ 20 ഇൻറ്റു 10 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 8 ബൈ എന്ത് വരും? 8. അപ്പൊ നമുക്ക് എന്താ? 8 8ഉം ക്യാൻസൽ ചെയ്താൽ ആൻസർ എത്ര കിട്ടി? 20 എന്ന് കിട്ടി. അല്ലെ, ആൻസർ എത്ര കിട്ടി? 20 ന്യൂട്ടൺ. 20 ന്യൂട്ടൺ. അതായത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അതായത് നമുക്ക് ആൻസർ എത്ര കിട്ടി? ഈ 10ന്ന് 2 മൈനസ് ചെയ്താൽ 8 ഉണ്ട്. അപ്പൊ 8 8ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 20 കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി വസ്തുവിൽ പ്രയോഗിക്കപ്പെട്ട ബലത്തിന്റെ അളവ് കണക്കാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എഫ് പ്രൊപ്പോർഷണൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് എം വി മൈനസ് യു ബൈ ടി എന്നാണ്. ഇത് നമ്മൾ കണ്ടെത്തി. അപ്പൊ നമുക്ക് എഫ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പൊ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 20 ന്യൂട്ടൺ തന്നെ കിട്ടി. എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? ഫോഴ്സിന് ഈക്വൽ ആണെന്ന് ഓർത്തേക്കുക. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഏതിന് ഈക്വൽ ആണ്?
ഫോഴ്സിന് ഈക്വൽ ആണ്. അതുകൊണ്ട് ബി ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതന്നെ വരും. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോഴ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടെത്തണം. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കണ്ടെത്തണം. അപ്പൊ എഫ് ഈക്വൽ ടു എം എന്നാണ്. അങ്ങനെയെങ്കിൽ എ ഈക്വൽ ടു എഫ് ബൈ എം. എഫ് എന്ന് പറഞ്ഞാൽ 20 എന്ന് കിട്ടി, എം എന്ന് പറഞ്ഞാൽ എത്രയാണ് 20 തന്നെയാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ അല്ലേ, ആക്സിലറേഷൻ നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഡി ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? ഡി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഇഫ് ദ ഫോഴ്സ് കണ്ടിന്യൂ 2 സെക്കൻഡ് മോർ സെക്കൻഡ് അല്ലേ. 2 സെക്കൻഡ് കൂടി ഇതേ ബലം തുടർന്നാൽ വസ്തുവിന്റെ പ്രവേഗം, അപ്പൊ ഫൈനൽ വെലോസിറ്റി വീണ്ടും മാറി. അപ്പോൾ ഡി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നാണ്. യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം എത്രയായിരുന്നു 2 ആണ്, പ്ലസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി 1 എന്ന് കിട്ടി, ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു 8 സെക്കൻഡ് അല്ലേ. 8 സെക്കൻഡ് തന്നെ ടിയിൽ. ടി എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു ചെറിയ മിനിറ്റ് ദാദാ, ഞാൻ ഒന്നുകൂടി ചോദ്യം എഴുതിയേക്കട്ടെ. അതായത് ചോദ്യം ഡി ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ് 2 മീറ്റർ/സെക്കൻഡ്. കറക്റ്റ് ആണ് 2 മീറ്റർ/സെക്കൻഡ്. ഞാനൊന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു തെറ്റിപ്പോയി എഴുതി. 2 മീറ്റർ/സെക്കൻഡ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ നമ്മൾ കണ്ടു എത്രയാണ് 1 ആണ്, ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 8 സെക്കൻഡ് ആണ്. ഒരു 2 സെക്കൻഡ് കൂടി നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം. കാരണം എന്താണ് 2 സെക്കൻഡ് അധികം നമ്മൾ കൊടുത്താൽ അപ്പൊ നമുക്ക് ഇവിടെ 10 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 2 + 10 എന്ന് വരും, ഈക്വൽ ടു 12 മീറ്റർ/സെക്കൻഡ്. ഇത്രേ ഉള്ളൂ. അപ്പൊ സെറ്റാണ്. അപ്പൊ 2 സെക്കൻഡ് വീണ്ടും നമ്മൾ 8 സെക്കൻഡ് സമയമാണ് ഇപ്പോൾ ഉള്ളത്, അതിൽ വീണ്ടും 2 സെക്കൻഡ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ മാക്സിമം ഇതേപോലത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തിക്കുക. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രോബ്ലം ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഇനി നമ്മൾ വേറെയും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ നോക്കിക്കോളും. അപ്പൊ അടുത്തൊരു ചോദ്യം, ഒരു ചാലകത്തിലുള്ള വൈദ്യുത പ്രവാഹ തീവ്രത അതിന്റെ അഗ്രങ്ങൾക്കിടയിൽ ഡാഷ് നേർ അനുപാതത്തിലായിരിക്കും. എന്താണ് ചോദ്യം? ഇത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡാഷ് ബിറ്റ്വീൻ ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ആണോ, പ്രഷർ ഡിഫറൻസ് ആണോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? അപ്പൊ നമുക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലേ. എന്തായിരിക്കണം? പൊട്ടൻഷ്യൽ വ്യത്യാസം. ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത അതിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും ഓർത്തേക്കുക. ഇത് വോൾട്ടേജിന് നേർ അനുപാതത്തിലായിരിക്കും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ്? ഇതുമായി ബന്ധപ്പെട്ട നിയമം എന്ന് പറഞ്ഞാൽ ഓം നിയമമാണ്. കണ്ടില്ലേ? എന്താണ്? നെയിം ദ സ്റ്റേറ്റ് ലോ റിലേറ്റഡ് ടു ദിസ് എന്ന് പറഞ്ഞാൽ ഓംസ് നിയമം. വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ. ശരിക്കും നമ്മൾ ഇങ്ങനെ പറയാം, വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട്. ഇതിനാണ് നമ്മൾ ഓംസ് ലോ എന്നൊക്കെ പറയുക അല്ലേ, ഓംസ് ലോ. അപ്പോൾ ആർ ഈക്വൽ ടു വി ബൈ എന്നുള്ള ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യാം. അപ്പോൾ സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു നിക്രോം കമ്പി ഉപയോഗിച്ച്, നിക്രോമാണ് കേട്ടോ, ഒരു നിക്രോം കമ്പി ഉപയോഗിച്ച് പരീക്ഷണത്തിന് വിശദ വിവരങ്ങൾ പട്ടികയിലുള്ളത്. ആദ്യത്തെ റീഡിങ് സ്വിച്ച് ഓൺ ചെയ്ത ഉടനെയുള്ളത്, രണ്ടാമത്തത് അല്പസമയത്തിന് ശേഷമുള്ളതാണ്. അങ്ങനെയെങ്കിൽ പട്ടിക പൂർത്തീകരിക്കാനാണ്. അപ്പോൾ ആദ്യ റീഡിങ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ റീഡിങ് 12 വോൾട്ട് 2 ആംപിയർ. അങ്ങനെയെങ്കിൽ ആറ് കാണാൻ ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു വി ബൈ ഐ. വി എന്ന് പറഞ്ഞാൽ 12 വോൾട്ട്, എ എന്ന് പറഞ്ഞാൽ 2, സീക്വൽ ടു 6 ആംപിയർ എന്ന് കിട്ടി. എത്ര കിട്ടിയത്? 6 ആംപിയർ എന്ന് കിട്ടി. രണ്ടാമത് ഇതേപോലെ തന്നെ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. വി 12 വോൾട്ട് തന്നെ, 1.8 എന്ന് കിട്ടി. അപ്പൊ 12 ഹരിക്കണം 1.8 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 10നെ കൊണ്ട് ഗുണിക്കുക, ഇവിടെ ഒരു 10. അപ്പോൾ നമുക്ക് എന്നിട്ട് 120/18 എന്ന് വരും. 120/18 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 6.67 സംതിങ് കിട്ടും. അത്രയും ഓം എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ടേബിൾ ഫില്ല് ചെയ്തു. അങ്ങനത്തെ ഒരു ടേബിൾ. ഇനി രണ്ടാമത്തെ റീഡിംഗ് സമയത്ത് കറണ്ട് കുറഞ്ഞതായി കാണാനുള്ള കാരണം എന്താണ്? അപ്പൊ ഇത് ആദ്യ റീഡിംഗ്, ഇത് രണ്ടാമത്തെ റീഡിംഗ് ആകുമ്പോൾ ശ്രദ്ധിക്കണം, നിക്രോമാണ്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ നിക്രോമിന് പ്രതിരോധം വളരെ കൂടുതലാണ്. പ്രതിരോധം കൂടിക്കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് എനർജി കൂടും. ഹീറ്റ് എനർജി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ടിന്റെ അളവ് കുറയും. അതുകൊണ്ടാണ് ഇവിടെ കറണ്ട് കുറവ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അതിന്റെ ആൻസർ കീ ഇത് അവിടെ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതൊന്നും എന്ത് ചെയ്യാൻ നോക്കി വെക്കുക മക്കൾ. അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ പരീക്ഷാ ഹാളിൽ എന്ത് ചെയ്യാൻ പാടില്ല?
പതറാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കൂട്ടത്തിൽ ഏതെങ്കിലും വലിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിനകത്തിട്ട് ഞങ്ങൾ അതൊക്കെ കോണ്ടന്റ് വീഡിയോ ആയിട്ട് ഇടും. പ്ലസ് കൂട്ടത്തിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ് കാണാൻ വരാനിരിക്കുന്ന പരീക്ഷ നമുക്ക് അടിപൊളിയാക്കണം, സെറ്റാക്കണം, പൊളിയാക്കണം. ഓക്കെ, ടാറ്റ ബൈ.